കരിമണൽ കമ്പനി സി എം ആർ എല്ലും അതുപോലെ തന്നെ എക്സാലോജിക്ക് വീണ വിജയൻ്റെ കമ്പനിയും തമ്മിൽ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയത്ത് CMRL പണം എക്സാലോജിന് കൊടുത്തിട്ടുമുണ്ട്. തമ്മിൽ രണ്ടു പേർക്കും ഈ രണ്ട് കമ്പനിയും ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല. ഒന്ന് ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക്കും CMRL പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കേരളത്തിലാണ്. ഈ രണ്ട് കമ്പനിയും തമ്മിൽ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ പണം CMRL നിന്ന് എക്സാലോയ്ക്ക് ഒഴുകി 1,72,00,000 രൂപ 3 വർഷത്തിനകം കിട്ടിയിട്ടുണ്ട്. ഒരു സേവനവും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പം അതിൻ്റെ പർപ്പസ് പറയണം, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാജരാക്കണം, രജിസ്ട്രാറുടെ മുമ്പിൽ ഹാജരാക്കണം. അത് ആ കമ്പനിയിൽ മറ്റാരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടോ, ആ കമ്പനിയിൽ എത്ര പേര് അംഗങ്ങളുണ്ട്, അത് ഷെയർ മാർക്കറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഡിബഞ്ചേഴ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്പനി ലോ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് എല്ലാ വർഷവും കൃത്യമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി രജിസ്ട്രാറിന് സമർപ്പിക്കണം. അതിനകത്ത് തരികിട എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ വൻ പിഴയാണ് സാധാരണഗതിയിൽ വരുന്നത്. പണം വാങ്ങിയാൽ എന്ത് സേവനത്തിന് എന്ന് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എക്സാലോജിക്കിന് പണം കൊടുത്തപ്പം എന്ത് സേവനം അവർ CMRL കൊടുത്തു, അത് എന്താണ് ആ സേവനം, അതെങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പം ഇതൊരു ഇൻട്രസ്റ്റേറ്റ് മാറ്ററാണ്. CMRL KSIDCക്ക് 13.54% ഷെയറുള്ള ഒരു കേരള ഗവൺമെൻറ് കമ്പനി എന്ന് പറയേണ്ടി വരും. KSIDCയുടെ 14% ഷെയറുണ്ട്. അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അതുപോലെ തന്നെ എക്സാലോജിക്ക് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഒരു ഇൻട്രസ്റ്റേറ്റ് ആണ് ആ ഇടപാടുകൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് രജിസ്ട്രേഷൻ അവർ കണ്ടെത്തിയ ചില അഴിമതിയുടെ കറ നിറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഇവർ കാണിച്ച തട്ടിപ്പിനും വെട്ടിപ്പിനുമൊക്കെ അതിനകത്ത് ഫോറിൻ മണികൾ വരവും പോക്കും ഉണ്ടെങ്കിൽ അത് ED അന്വേഷിച്ചേ പറ്റുള്ളൂ. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കമ്പനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങിൽ CMRL ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരുടെ പണത്തിൽ ഇതിലേക്ക് വെളിയിൽ പോയോ, വെളിയിൽ നിന്ന് ഇങ്ങോട്ട് പണം വന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഴിമതിയുടെ പരിധി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ED അന്വേഷിക്കും. അതേസമയത്ത് വിജിലൻസ് ആംഗിളിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് CBI അന്വേഷിക്കണം. അപ്പോൾ 2 വിധത്തിലാണ് അന്വേഷണം. എക്സാലോജിക്കിൻ്റെ വീണ വിജയൻ്റെ റോള്, ആ കമ്പനിയിൽ ആരൊക്കെ ഉണ്ട്, അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളായി പോയെന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഷെയർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള തെളിവുകളില്ല. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ എടുക്കുന്നെങ്കിൽ അത് വീണ വിജയന് മാത്രമായിരിക്കും. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ഷെയറിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു ഷെയറുമില്ല, അദ്ദേഹത്തിന് പേഴ്സണലായിട്ടോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മകളാണ് ആ കമ്പനി നടത്തിയിരിക്കുന്നത്, അവരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് CMന് എന്തെങ്കിലും റോള് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതേസമയം ഈ കമ്പനിയുടെ സെക്ഷൻ 135 കമ്പനി ആക്ട് 2013 പ്രകാരം അതിനകത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് അതിൻ്റെ ടേൺ ഓവർ, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ CSR ആക്ട് അനുസരിച്ച് എല്ലാം കമ്പനി ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാർക്ക് കൊടുക്കണം. അത് ഇതുവരെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ എന്തിനാണ് ഈ കമ്പനി ഉണ്ടാക്കിയത്? അത് ആരെങ്കിലും മറപറ്റിക്കൊണ്ട് പണം ഒഴുക്കാനുള്ള ഒരു കമ്പനിയാണോ,
കാരണം സംസ്ഥാനത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയ പണം എന്തിന് കൈപ്പറ്റി, അത് CMRL എന്തിനാണ് ഇവർക്ക് പണം കൊടുക്കുന്നത്? കേരളത്തിൻ്റെ വകയായ കരിമണലും അതുപോലെ ധാതു ലവണങ്ങളും അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒത്താശയോടുകൂടി അത് കടത്തിക്കൊണ്ടുപോയി വൻ പണം സമ്പാദിച്ച് അത് കൈക്കൂലിയുടെ ഇനത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും വാങ്ങിച്ചു കൂട്ടി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവർ കർണാടകയിലെ പോണ്ടിച്ചേരിയിലെയും കേരളത്തിലുള്ള 3 പേരും അവരുടെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു, പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് 2 രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അതിനകത്ത് EDയുടെ അന്വേഷണ പരിധി വരുന്നതും CBIയുടെ അന്വേഷണ പരിധി വരുന്ന കുറ്റങ്ങളാണ് അവർ കണ്ടിരിക്കുന്നത്. 3 വർഷം മുമ്പ് എക്സാലോജിക്കിനും അതുപോലെ തന്നെ CMRLനും കമ്പനിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തതിന് ഓരോ ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. ആ പിഴ 3 വർഷം കഴിഞ്ഞിട്ടും അടച്ചിട്ടുമില്ല. അത് 2021 ഫെബ്രുവരിയിലാണ് എക്സാലോജിക്കിനും അതുപോലെ തന്നെ CMRLനും ഓരോ ലക്ഷം രൂപ പിഴയിട്ടത്. അത് അടച്ചിട്ടില്ല. അതേസമയത്ത് GST അങ്ങനെ ഇൻകം ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. 43 ലക്ഷം രൂപ വീണ വിജയൻ ഇൻകം ടാക്സ് രീതിയിൽ അടച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനിയുടെ ഇതുവരെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തിട്ടില്ല. കമ്പനി രജിസ്ട്രാർക്ക് ഇത് ഡോർമെൻ്റായ കമ്പനിയാണ്, ഇത് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. ആ വൈൻഡപ്പ് ചെയ്തിരിക്കുന്ന ഡോർമെൻ്റ് ആയതുകൊണ്ട് അതിന് ഒരു ലിക്വിഡേറ്റർ സാധാരണഗതിയിൽ കമ്പനി അലോട്ട് ചെയ്യും. കമ്പനി ലോസിലാണ്, കമ്പനിക്ക് ഇപ്പം വർക്കില്ല, ജോലിയില്ല, സർവീസ് മേഖലയിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അത് ഡോർമെൻ്റായി പോയെങ്കിൽ അതിനൊരു ലിക്വിഡേറ്റർ ആവശ്യമുണ്ടോ? കമ്പനി ലോ അനുസരിച്ച് അത് ഒരു ലിക്വിഡേറ്റർക്കാർക്ക് സാധാരണ അപ്പോയിൻ്റ് ചെയ്യും. ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ, ഇതിനകത്ത് ഡിബഞ്ചർ വാങ്ങിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്കൊക്കെ പണം കൊടുത്ത് തീർക്കാനുണ്ടോ? അത് വീണ വിജയൻ്റെ അടുപ്പക്കാരായാലും ശരി, ആരായാലും ശരി, കമ്പനി ലോ അനുസരിച്ച് അവർ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ, കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം അവർ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം മടക്കി കൊടുക്കേണ്ടതായി വരും. അതിന് ഒരു ലിക്വിഡേറ്ററെ വേണം. സാധാരണഗതിയിൽ അതിനകത്ത് എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് എക്സാലോജിക്കിൽ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അത് എത്ര പേരാണ് ആ കമ്പനിയിലുള്ളത്, അവരുടെ മുടക്കുമുതലെത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നാളെ വരെ കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് തന്നെ വരും. അതേസമയത്ത് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കമ്പനിയുടെ സർവീസ് മേഖലയിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിനോ അതുപോലെ GSTക്കോ ഒന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല, ബാക്കിയുള്ളതും കൂടെ അടയ്ക്കാം അല്ലെങ്കിൽ അടയ്ക്കുന്നു എങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്.